ചലഞ്ച് നടത്താം. അത് ഞങ്ങൾ വിജയിക്കുവാണെ സാറ് ഞങ്ങളുടെ ഇഷ്ടത്തിന് സീറ്റ് ഇരുത്തണം. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് സാറാണ് ഒരു ശിവൻ തോറ്റ ഇവനിങ്ങനെ ഡിസിപ്ലിനില്ല ബിഹേവ് ചെയ്തതിന് ഒരാഴ്ച ഫുള്ളും ക്ലാസ് ഇരിക്കാതെ പുറച്ച് നിൽക്കണം എന്ന് പറയും. അപ്പോഴാണ് അവനും ഒരാഴ്ചയല്ലേ ഉള്ളെന്നറിഞ്ഞ് അവനതിന് ഡീൽ ചെയ്യും. അതിനുശേഷം ക്ലാസ് ലീഡറും ഇവർ രണ്ടുപേരും പിടിച്ചിരുത്തിയിട്ട് അവർ രണ്ടുപേർക്ക് മാർക്ക് ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം സാറ് ഉത്തരം പറയുമ്പം അതേപോലെ സാറും തിരിച്ച് അവരോടൊക്കെ ചോദ്യം ചോദിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഗംഗങ്ങാണ് ഡേവിഡ് ടാവോന്റെ ഫസ്റ്റ് ആൽബത്തിന്റെ പേരെന്തോന്ന് ചോദിക്കുമ്പം സാറും ബാസ്റ്റേഡ് എന്ന് പറയും. ഇത് കേട്ട് അവരൊക്കെ സാറ് ഞങ്ങളെ തെറി വിളിക്കണമെന്ന് പറഞ്ഞ് സാറിനോട് ചോദിക്കുമ്പം ഗംഗങ്ങാണ് അതാ പാട്ടിന്റെ പേരെന്ന് പറഞ്ഞ് ഇവർ പരസ്പരം ഇങ്ങനെ ചോദ്യം ചെയ്ത് കളിച്ചോണ്ടിരിക്കുമ്പം അവസാനം ഇവർ തമ്മിലുള്ള സ്കോർ മാച്ചിങ് ആയിട്ട് വരും. അപ്പോഴാണ് അവസാനത്തെ ചോദ്യമായിട്ട് സാറും ആ ബോർഡിനകത്ത് ഇവർ ഇതുവരെ പഠിക്കാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഇത് കണ്ട് എല്ലാരും കൂടെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന തന്നെയാണെന്ന് പറഞ്ഞ് അവരൊക്കെ പുകഞ്ഞോയിരിക്കും. അതേസമയം ഹങ്ഷുവും അതിന്റെ ഉത്തരം ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് യൂഹയാണ് ഇതൊക്കെ സിമ്പിൾ അല്ലെന്ന് പറഞ്ഞ് അവൻ ചോക്ക് പീസ് എടുത്ത് അതപ്പം തന്നെ ചെയ്ത് കാണിക്കും. അങ്ങനെ ഇത് കണ്ട് സാറ് തന്നെ ഷോക്കായിട്ട് പഠിപ്പിച്ചില്ലേലും നിനക്കിതൊക്കെ അറിയാലോ എന്ന് പറഞ്ഞ് സാർ ഇത് കറക്റ്റാന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ മത്സരത്തിൽ വിജയിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് സീറ്റ് മാറിയിരിക്കുമ്പം ഇവിടെ യൂഹയാണ് അവളുടെ അടുത്ത് നിന്ന് ഇരിക്കണം എന്ന് പറഞ്ഞ് അവ സാറിനോട് പറയും. അപ്പോഴാണ് ഇത് കേട്ട് സാറും അവൾക്ക് യൂഹയായിട്ട് ഇരിക്കാൻ താല്പര്യമുണ്ടോന്ന് ചോദിക്കുമ്പം അവള് വേണ സന്തോഷത്തി അവൾക്ക് സമ്മതം പറയും. അതുകൊണ്ട് അവന് സന്തോഷത്തി അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പം ഇത് കാണുന്ന ബീറ്റയാണ് ഇവ സാറിനോട് ചോദിച്ചിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ അവൾക്ക് ഫീൽ ആയെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം സാർ ഇവരോടൊക്കെ എന്തായാലും നിങ്ങളുടെ മാത്സ് സാറിനെ നിങ്ങൾ ദേഷ്യപ്പെടുത്തി, അതുകൊണ്ട് മര്യാദയ്ക്ക് അടുത്ത പ്രാവശ്യം സാറ് വരുമ്പോൾ നിങ്ങളൊക്കെ സോറി ചോദിച്ചണം. സാറ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ മോശക്കാരനൊന്നുമല്ല, സാറൊരു പാവമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു വിലപ്പെട്ട വ്യക്തിയായിട്ട് മാറാൻ പോകുന്നത് എന്നിന് സാറ് പറഞ്ഞിട്ട് അവസാനം ഗംഗങ്ങിനെ കൊണ്ട് ഇവരെല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുപ്പിക്കും. അതിനുശേഷം ഇതൊക്കെ അറിയാൻ വരുന്ന പാൻ സാറാണ് ഒരു ക്ലാസ് ടീച്ചറായിട്ട് നീ നിന്റെ സ്റ്റുഡൻസുമായിട്ട് മത്സരിച്ചോ, നീയൊക്കെ എന്തൊരു ക്ലാസ് ടീച്ചറാണ് എന്നിന് സാറ് വഴക്കുറയുമ്പം ക്ലാസ് ടീച്ചറാണ് അത് കാരണം അവരുടെ അറിവ് വർദ്ധിക്കത്തേയുള്ളെന്ന് പറഞ്ഞ് സാറിനെ സമാനപ്പെടാൻ വേണ്ടി പറയും. അതിനുശേഷം അടുത്ത ദിവസം സ്കൂളിൽ വരുന്ന വഴിക്ക് യൂഹയും ലൂഷ്യൻ ഹേയും കൂടെ ആദ്യമായിട്ട് കണ്ടുമുട്ടും. പക്ഷെ ഇവന്മാർ തമ്മിൽ കാണുമ്പോൾ തന്നെ ഒരു മത്സരമാണ്. അങ്ങനെ യൂഹെ അവൻ ആദ്യം ട്രാഫിക്കിൽ നിന്നൊക്കെ പൊട്ടിച്ചിട്ട് വരുമ്പം അവസാനം ലൂഷ്യൻ ഹേയും ഇവന്റെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചിട്ട് അങ്ങ് പോകും. അതിനേശം ഇവിടെ ക്ലാസ്സിലേക്ക് വരുന്ന ലൂഷ്യൻ ഹേ ആണ് അവന് തൊട്ടടുത്തുള്ളവൻ സ്നാക്സ് ഒക്കെ കഴിച്ച് ഇവന്റെ ബെഞ്ചിലേക്ക് ആക്കുന്നുണ്ട്. അവൻ നേരെ ബെഞ്ച് ഡെസ്ക് എടുത്തോണ്ട് ബാക്കിൽ ചെന്നിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവരുടെ ക്ലാസ് ടീച്ചർ ഫാങ് സാറും ഇവന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ മാറി ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ ഒന്നിരിക്കാൻ പറയുമ്പം അവനാണ് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ അടുത്തുള്ളവൻ അവനെ കുറെ ശല്യം ചെയ്യാന്ന് പറയും. ഇതേക്കുന്ന സാറും ഇവൻ ഇങ്ങനെ മാറിയിരുന്ന പിന്നെ എല്ലാവർക്കും കൂടെ മാറാൻ തോന്നത്തില്ലെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയുമ്പം ക്ലാസ് ലീഡറായിട്ടുള്ള ഷൗമോയും സാറിനെ സപ്പോർട്ട് ചെയ്ത് മാർക്ക് അനുസരിച്ചല്ലേ എല്ലാവരും ഇരുത്തേക്കെന്ന് പറഞ്ഞ് അവനെ മര്യാദയ്ക്ക് ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറയും. കാരണം അളിയന്റെ അടുത്ത് ഒരു പെൺകുട്ടിയാണ് ഉള്ളത്, അതുകൊണ്ട് സീറ്റ് മാറ്റിയ പിന്നെ അവൻ ആ ചാൻസ് പോകും. അതുകൊണ്ട് തന്നെ അവന് കുറെ വാചകം അടിക്കുമ്പം പറയുന്ന ലൂഷ്യൻ ഹേയും ഇവർക്കാർക്കും മാറാൻ താല്പര്യമില്ല, അവൻ ഇവിടെ തന്നെ ഇരുന്നോളാം പറയും. അങ്ങനെ ഫിസിക്സ് സാറിന്റെ ക്ലാസ് മാറ്റിയ കാര്യമൊക്കെ അറിഞ്ഞ അവൻ ഇപ്പൊ സീറ്റ് മാറിയ, അതുകൊണ്ട് അവിടെ പ്രശ്നമില്ലെങ്കിൽ ഇവിടെയും പ്രശ്നമില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് സാറാണ് ദേഷ്യത്തി ഇവൻ അത്രയ്ക്ക് ആ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്കിൽ പിന്നെ ആ സാറിന്റെ ക്ലാസ്സിൽ ചെന്നിരിക്കാൻ പറയും. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ അവൻ സാർ അറിയാതെ ആ ക്ലാസ്സിലേക്ക് ചെന്നങ്ങിരിക്കും. അപ്പോഴാണ് ഇവനെ കാണുന്ന ഗംഗങ്ങാണ് ഇവൻ എന്ത് ഈ ക്ലാസ്സിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവനും ഇവളുടെ മാർക്കൊക്കെ കുറവാണല്ലോ എന്ന് പറഞ്ഞ് അവനും ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് യൂഹയും ഇവനെന്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തിലൊക്കെ നോക്കിയിട്ട് അവിടെ ചെന്നിരിക്കുമ്പം അതിനേശം അവിടേക്ക് വരുന്ന മാക്സ് സാറാണ് ഇവിടെ ലൂഷ്യൻ ഹേ കണ്ട് ദേഷ്യപ്പെടും. പക്ഷെ ഇവൻ കാരണം വെറുതെ ടൈം വേസ്റ്റ് ആവണ്ടെന്ന് പറഞ്ഞ് ആദ്യം അയാൾ ക്ലാസ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കും. അതിനേശം ക്ലാസ് എടുക്കുമ്പോൾ ലൂഷ്യൻ ഹേ ആണ് പറയുന്നത് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് സാറാണ് അവനെ തിരിച്ച് ഇപ്പൊ തന്നെ ക്ലാസ്സിലേക്ക് ചെന്നിരിക്കാൻ പറയുമ്പം അവന് സാറ് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞ് തിരിച്ച് തർക്കിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് സാറും പഠിക്കുന്ന ക്ലാസ് 2 ഉണ്ടായിട്ട് എന്തിനാ ഈ ക്ലാസ് 5 വന്നിരിക്കുന്നതെന്ന് സാറ് ചോദിക്കുമ്പോഴാണ് ഇതേക്കുന്ന അവരൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിന് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് അവിടുന്ന് സാറുമായിട്ട് തർക്കിച്ചോണ്ടിരിക്കും. അതിനുശേഷം ലൂഷ്യൻ ഹേയും ക്ലാസ് 5 സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പം സാറ് പോയതിനു ശേഷം ഇവരെല്ലാരും കൂടെ ഇനി തൊട്ട് നമ്മളൊക്കെ ഫ്രണ്ട്സാന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് PT പീരീഡ് വെച്ച് സാറാണ് ക്ലാസ് ടീച്ചറിനോട് ഈ കാര്യമൊക്കെ പറയുമ്പം അയാളും കുറച്ച് ദിവസത്തേക്ക് ലൂഷ്യൻ ഹേ ഇയാളുടെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുവാണ് കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ പഠിപ്പിച്ച് അങ്ങോട്ടേക്ക് തിരിച്ച് പറഞ്ഞേക്കാന്ന് പറയും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വല്ല വീട്ടിലേക്ക് പോകുമ്പോഴാണ് ലൂഷ്യൻ ഹേ അവന്റെ സീറ്റ് ഫുള്ള് വേസ്റ്റ് ആക്കിയിട്ട് അവളത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് ഗംഗങ്ങൻ ദേഷ്യത്തി ആ വേസ്റ്റ് എല്ലാം പറക്കി അവന്റെ സീറ്റ് തന്നെ കുത്തി കയറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ഗംഗങ്ങാണ് ക്ലാസ് ടീച്ചറിന്റെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് റാങ്ക് ലിസ്റ്റ് ഒന്ന് തരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇതേക്കുന്ന സാറും റാങ്ക് ലിസ്റ്റ് ഒക്കെ മോൾക്ക് തരുവാണ്, ഇവളുടെ റാങ്ക് കണ്ട് പിന്നെ പഠിക്കാനുള്ള ധൈര്യം മൊത്തത്തിൽ പോകുന്ന പറയുമ്പം അവളും കുറച്ച് ചമ്മിയിട്ട് അവൾക്ക് വേണ്ടിയല്ല വേറെ ചിലവരുടെയൊക്കെ റാങ്ക് അറിയാൻ വേണ്ടിയാന്ന് പറയും. അതുകൊണ്ട് സാർ അത് മനസ്സിലാക്കി ഇവൾക്ക് ആ റാങ്ക് ലിസ്റ്റ് കൊടുത്തയക്കുമ്പോഴാണ് അവൾ ക്ലാസ്സിലേക്ക് വന്നിട്ട് യൂഹി
ക്ലാസ്സിൽ ഫസ്റ്റ് ആണെങ്കിലും മൊത്തത്തിൽ നോക്കുവാണ് ഇവന് 15ാമത്തെ റാങ്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ക്ലാസ് 1-2 ഇവനെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവൻ അതി സന്തോഷം ഉണ്ടെങ്കിലും ഇവളുടെ മാർക്ക് ആ റാങ്ക് ലിസ്റ്റ് നോക്കാതിരിക്കുന്ന നല്ലതെന്ന് അവന് സാറിനെ പോലെ തന്നെ പറയും. അതിനുശേഷം ക്ലാസ് അടക്കുന്ന സമയത്താണ് ലൂഷ്യൻ ഹേ പതിയെ അവന്റെ സീറ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഇവന്റെ സീറ്റ് ഫുള്ളും ഇന്നലത്തെ വേസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. അവന് ചിരി വന്നിട്ട് ഇന്റർവൽ സമയത്താണ് അവൻ നോക്കിക്കൊണ്ടിരുന്ന ആ റാങ്ക് ലിസ്റ്റ് ഇവൻ തട്ടിപ്പറിക്കും. അങ്ങനെ അതുകൊണ്ട് അത് കീറിപ്പോകുമ്പം ഇവരുടെ ദേഷ്യത്തി ഇവന് വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞ് അവരും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ലൂഷ്യൻ ഹേ നോക്കിയിട്ട് യൂഹേ നിനക്ക് 15ാമത്തെ റാങ്ക് അല്ലേ, ചുമ്മാ അതല്ലെന്ന് സാറിന്റെ ഫ്രണ്ടൊക്കെ ഷോ കാണിച്ച. അയ്യോ ഗംഗങ്, ആദ്യത്തെ പേജിനകത്ത് നിന്റെ പേരോലും കാണുന്നില്ലല്ലേ, സോറി, വെറുതെ നീ ടൈം വേസ്റ്റ് ചെയ്യണ്ട, നീ പഠിച്ച് വേറെ എന്തേലും പണി നോക്ക്. എന്നിട്ട് അവനും കളിയാക്കുമ്പം ഇവളാണ് അതൊക്കെ അവളുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് തിരിച്ച് ആ പേപ്പർ വാങ്ങിക്കാൻ നോക്കും. അതുകൊണ്ട് യൂഹയും ദേഷ്യത്തി മര്യാദയ്ക്ക് ഇവന്റെ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ പോകാൻ പറയുമ്പം ക്ലാസ് ലീഡർ വന്ന് ഇവർ പ്രശ്നമൊക്കെ തടഞ്ഞു നിർത്തും. അതിനുശേഷം ക്ലാസ് ടീച്ചർ വന്ന് പാടെടുക്കുമ്പം പുറയുന്ന പുകയൊക്കെ വരുന്നുണ്ട്, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവരൊന്നറിയാതെ ലൂഷ്യൻ ഹേ അവിടെ നിന്ന് ചൂട് നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാറും ഈ ക്ലാസ്സിൽ അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആഹാരം ഒന്നും കഴിക്കലെന്ന് പറയും. എന്നിട്ട് വീണ്ടും ക്ലാസ്സിന്റെ ഇടയ്ക്ക് വെച്ച് ഗംഗങ്കാണെ കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഇത് കണ്ട് സാറും അടുത്തിരുന്ന് യൂഹെ ഈ സമയത്ത് ഉറങ്ങിയ പനി പിടിക്കുമെന്ന് പറഞ്ഞ് അവളെ വിളിച്ച് ഉണർത്താൻ പറയും. പക്ഷെ അവനാണ് അവിടുത്തെ കട്ടൻ ഇട്ടിട്ട് ഇനി പനി പിടിക്കത്തില്ല സാർ എന്ന് പറയുമ്പം സാർ അവനെ നോട്ടങ്ങ് നോക്കും. എന്നിട്ട് അടുത്തായിട്ടിരുന്ന മാക്സ് സാറാണ് ഇവർക്കെല്ലാം പാടെടുക്കുമ്പം പുറയുന്ന ലൂഷ്യൻ ഹേയും പടം വരച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗംഗങ്ങിനോട് എറേസറൊക്കെ ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ചുമ്മാതെ മാക്സ് മനസ്സിലാത്ത അവള് മൊത്തത്തിൽ പുകഞ്ഞായിരിക്കുമ്പം ഇത് കണ്ട് യൂഹയും ഇപ്പൊ പഠിപ്പിച്ച് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് സാറിന് ഒന്നും കൂടെ പറഞ്ഞുതരാൻ പറയും. അങ്ങനെ ഇത് കേട്ട് എല്ലാരും കൂടെ അവർക്കൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞ് സാറ് ഭയങ്കര ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സാറും ദേഷ്യത്തി ഇവരൊക്കെ എവിടെ കേട്ടോണ്ടിരുന്നതെന്ന് പറഞ്ഞ് ഒന്നും കൂടെ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇതെല്ലാം കണ്ടിട്ട് ലൂഷ്യൻ ഹേ ആണ് സാറിന് വെറുപ്പിക്കുവാണ്, എങ്കിൽ പിന്നെ നമ്മളൊക്കെ ഒരേ ടീമാളിയാ എന്നിട്ട് അവൻ പറയുമ്പം ഇവരുണ്ടേരും അവനെ മിണ്ടായിരിക്കാൻ പറയും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് ബീറ്റ് അവളുടെ കൂട്ടുകാരും കൂടെ യൂഹയുടെ അടുത്തും താങ്ക്സ് പറയും. ഇവൻ ഒന്നും കൂടെ ചോദിച്ചോണ്ട അവർക്ക് തന്നെ ചോദിക്കാനുള്ള ധൈര്യം കിട്ടിയെന്ന്. അങ്ങനെ ഇവർക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പറയുന്ന ലൂഷ്യൻ ഹേ ആണ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമ്മളേക്ക് പണി വിട്ടിട്ട് പോകണം, ചുമ്മാ വെറുതെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യണ്ട. എന്നിട്ട് അവന് അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ട് പോകുമ്പോഴാണ് ഇവൻ പോയതിനു ശേഷം അവൻ ഇത്ര സമയം വരച്ചോണ്ടിരുന്ന പടമാണ് ഇവർ കാണും. അപ്പോഴാണ് അവന് നല്ല കഴിവാന്ന് പറഞ്ഞ് ഇവർക്കെല്ലാം മനസ്സിലാവും. അങ്ങനെ അന്ന് വീട്ടിൽ വെച്ച് ഗംഗങ്ങിന്റെ അച്ഛനാണ് ഇവളുടെ മാർക്ക് കുറഞ്ഞിരിക്കുന്നുണ്ട്, ആദ്യമായിട്ടല്ലേ ഈ സ്കൂളിലെ പരീക്ഷ എഴുതുന്നെന്ന് പറഞ്ഞ് ഇനി ഇവൾക്ക് ഈസിയായിട്ട് മാറിക്കോളം പറയും. അതിനുശേഷം അങ്ങേരും അന്ന് പരിചയപ്പെടുത്തിയ ആന്റിയെ കല്യാണം കഴിക്കാൻ പോകാന്ന് പറയുമ്പം ഇത് കേട്ട് അവളും ദേഷ്യത്തി എപ്പോഴും അച്ഛന് കല്യാണത്തെ കുറിച്ച് മാത്രം സംസാരിക്കോളം പറഞ്ഞ് ഇവള് തിരിച്ചു ചോദിക്കും. അപ്പോഴാണ് ആ അച്ഛനും കുറച്ച് സൈലന്റ് ആയിട്ട് കുറെ നാളായിട്ട് വിചാരിച്ചോണ്ടിരുന്ന അത് പറയണമെന്ന് തോന്നിയോണ്ട് ഇവളോട് ഇപ്പം പറഞ്ഞതെന്ന് പറഞ്ഞ് അച്ഛൻ ഡിസ്റ്റർബ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൾ ഉറക്കം വരാതെ രാത്രി പുറത്തേക്കൊന്ന് നോക്കുമ്പോഴാണ് ഇവളുടെ അച്ഛനും അതേപോലെ ഉറക്കമില്ലാതിരിക്കുന്നുണ്ട്. ഇവൾക്ക് ചെറിയ സങ്കടം വരും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവളുടെ അച്ഛനാണ് ഇവൾക്ക് ഇനിയിപ്പോൾ ഒരു അനിയൻ വരാൻ പോകുന്നുണ്ട്, അവന്റെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഇവളുടെ പഴയ ടേബിൾ എടുത്തോട്ടേന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾക്കൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിക്കുവാണ് എങ്കിൽ പിന്നെ ഫംഗ്ഷനൊക്കെ വെക്കാൻ വേണ്ടി അവളുടെ അച്ഛനോട് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവളുടെ അച്ഛനും അത്രയ്ക്കും വലിയ പാർട്ടി ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ജസ്റ്റ് 2 ഫാമിലിയും കൂടെ രാത്രി ഡിന്നർ കഴിക്കാന്ന് പറഞ്ഞ് ഇവളോട് പറയും. എന്നിട്ട് ഇപ്പൊ ലൂഷ്യൻ ഹേയുടെ അച്ഛനാണ് ഇവൻ സ്കൂളിൽ ഉണ്ടാക്കിയ പ്രശ്നം അറിഞ്ഞ് അവനെ ഒന്ന് അടിച്ചു പൊട്ടിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന സാറുമാരും അങ്ങേരെ പിടിച്ച് തടഞ്ഞു നിർത്തിയിട്ട് അവനെ ചെന്ന് ക്ലാസ് ഇരിക്കാൻ പറയും. അപ്പോഴാണ് അവന്റെ അച്ഛനും അവനെ കഷ്ടപ്പെട്ട് ഈ സ്കൂളിൽ ചേർത്തിട്ടും അവൻ ഈ പഠിത്തമൊക്കെ കളഞ്ഞിട്ട് പെയിന്റിങ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് സാറുമാരോട് അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ലൂഷ്യൻ ഹേ ആണ് അവന്റെ അച്ഛൻ്റെ അടി വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ഇവന്റെ മുഖത്തെന്തോ പാടെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവനും ക്ലാസ്സിലേക്ക് വന്നിരിക്കുമ്പോൾ ഗംഗവിന്റെ ഫേസിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവൻ ഓക്കെ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ പെട്ടെന്ന് അവളുടെ ക്യാമറ എടുത്തിട്ട് ഇവൾക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസ് എടുത്തരാന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് അങ്ങ് പോകും. അതുകൊണ്ട് അവള് പുറകെ ചെല്ലുമ്പം യൂഹ ആണ് ഇവൾ 6 പുറയിലെ പോകുന്നതെന്ന് അവന് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവന് വണ്ടി എടുത്തോണ്ട് പുറത്തേക്ക് പോയിട്ട് ഇവൾക്ക് ക്യാമറ ആണ് ഇവന്റെ കൂടെ പുറത്തേക്ക് വരാൻ പറയും. അതിനുശേഷം അവൾ അവന്റെ കൂടെ പോയിട്ട് ഇവൻ ഫോട്ടോ എടുക്കാൻ അറിയാൻ ചുമ്മാ ഫിലിം ഒന്ന് വേസ്റ്റ് ചെയ്യില്ലെന്ന് പറയുമ്പോൾ അവനാണ് എങ്കിൽ ഇവന് ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാന്ന് ഇവനെ പഠിപ്പിച്ചു തരാൻ പറയും. അങ്ങനെ അവൾ ഓരോന്നും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനാണ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ലൂഷ്യൻ ഹേക്ക് ഇപ്പോൾ അവൾ ഇഷ്ടമായി തുടങ്ങി. എന്നിട്ട് അവൻ ഇവളെ ബീച്ചിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ആരുടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അവനോട് ഒറ്റയ്ക്ക് സന്തോഷത്തിരിക്കുന്ന അങ്കിളിന്റെ ഫോട്ടോ എടുക്കട്ടെ ചോദിക്കുമ്പോൾ അവളാണ് അയാൾ സന്തോഷത്തിലല്ല അയാളുടെ കൊച്ചുമകളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ വേണ്ടി ആലോചിക്കാമെന്ന് പറയും. ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ അപ്പുറത്തുള്ള സ്വീറ്റ് ആയിട്ടുള്ള കപ്പിൾസിനെ എടുക്കട്ടെ ചോദിക്കുമ്പോൾ അവളും കപ്പിൾസ് അല്ല, അവരിപ്പോ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്ന പറയും. അതുകൊണ്ട് ഇവൾ പറഞ്ഞിട്ട് അവനാണ് പേടിച്ചിട്ട് ഇവൾ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് ഇവൾക്ക് നോർമലായിട്ട് സംസാരിക്കുന്ന അറിയത്തില്ലെന്ന് ചോദിക്കും. ഇതേസമയം ക്ലാസ്സിൽ നിന്ന് ടീച്ചറും പാടെടുത്തിട്ട് പോകുമ്പോൾ ബീറ്റയാണ് യൂഹയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ തവണ ഇവൻ എന്തോ സംശയമൊന്നും ചോദിക്കാതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഗംഗങ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് അറിഞ്ഞിരിക്കുക. അതിനുശേഷം ക്ലാസ് ലീഡറാണ് ഇവരോടൊക്കെ അടുത്ത ആഴ്ച സ്കൂളിൽ ബാസ്കറ്റ്ബോൾ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്ന പറയും. അങ്ങനെ അതിനെല്ലാം റെഡി ആകാൻ പറയുമ്പം ഇവിടെ ലൂഷ്യൻ ഹേ ഗംഗങ്ങിനെ വിളിച്ചോണ്ട് അവൻ സീക്രട്ട് ആയിട്ട് എപ്പോഴും പോകുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ ഇവിടെ അവന്റെ ഫാമിലി ഹെലികോപ്റ്ററൊക്കെ വന്ന് ഇറക്കുന്നതെന്ന് പറയുമ്പം അവളാണ് ഇതൊക്കെ ഉള്ളയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ചുമ്മാ തമാശക്ക് അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ഷൗമയാണ്
യൂഹയുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇവന്റെ ടീച്ചറിനെക്കാളും അവൻ നല്ലോണം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് കാരണം ഇവന്റെ വീട്ടിൽ ട്യൂഷൻ വരാൻ പറയുമ്പം യൂഹയാണ് അതിനും ഭേദം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഇവിടെ ഗംഗങ്ങാണ് അവളുടെ അച്ഛന്റെ റിസപ്ഷന് പോകണമെന്ന് പറഞ്ഞ് ഇവൾ സ്കൂളിലേക്ക് ചെന്ന് ബാഗൊന്നും എടുക്കാതെ നേരെ ലൂഷ്യൻ ഹേ അവിടെ ചെന്ന് കൊണ്ടാക്കാൻ പറയും. അതുകൊണ്ട് അവളുടെ ഫാമിലി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അച്ഛനാണ് ക്യാമറയും കൊണ്ട് എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും ക്യാമറയുടെ ഫിലിം തീർന്നു എന്ന് പറഞ്ഞ് അവൾ അച്ഛനോട് ഇപ്പോൾ വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അവൾ അടുത്തുള്ള കടയിലേക്ക് ചോദിച്ചു നോക്കുമ്പോൾ അവരാണ് ഫിലിം ഒന്നില്ലെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞേക്കും. അതുകൊണ്ട് അവൾ എന്താണെന്നറിയാതെ പുറത്തേക്ക് ഇങ്ങനെ നടന്നൊരുമിരാണി ലൂഷ്യൻ ഹേ ഇവളുടെ ബാഗുമായിട്ട് അവിടേക്ക് വരും. അത് കണ്ട് അവളാണ് ഞെട്ടിപ്പോയി ഇവളുടെ ബാഗ് എടുക്കാൻ വേണ്ടിയാണോ ഇവളിവിടെ കൊണ്ടാക്കിയിട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ അതുകൊണ്ടാ പോയ പിന്നെന്തിനാന്ന് പറഞ്ഞ് ഇത് ഇവളുടെ അച്ഛന്റെ കല്യാണത്തിന്റെ പാർട്ടിയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവനാണ് ഇതൊക്കെ ഒരു വലിയ വിഷയമാണെന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ ഇതുവരെ 3 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സർപ്രൈസ് ഒക്കെ വരും എന്നറിഞ്ഞ് അതുകൊണ്ട് നീ പേടിക്കലെന്ന് പറയുമ്പോൾ ഇവളാണ് ഇവനിപ്പോ ഇങ്ങനെ സഹായിച്ചതിനൊക്കെ അവൾ താങ്ക്സ് പറയും. അതിനേശം അവനും നാളെ അവൻ തിരിച്ച് അവന്റെ ക്ലാസ്സിലേക്ക് പോകാന്നറിഞ്ഞ് ഇവൾക്ക് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.